ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിയ സിജു. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ. നയാസിനമൈഡ് ഡോക്കിൻ്റെ നയാസിനമൈഡ് സിറത്തിനെ പറ്റിയിട്ടാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണയൊക്കെ ഉണ്ടാകും. എന്നാലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇറങ്ങിയ ടൈമിൽ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ അതിനെക്കുറിച്ചിട്ട് അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സിറം വന്നിട്ട്. ഈ ഒരു സിറം എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ യൂസും കാര്യങ്ങളും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇത് വന്നിട്ട് 50 ml ബോട്ടിലാണ്. ഇത് റേറ്റ് എന്തോ 250 ആ റേഞ്ചിൽ വരും. 250 ആ റേഞ്ചിൽ വരുന്ന ഒരു ബോട്ടിലാട്ടോ ഇത്. ഇതിൻ്റെ 30 ml അവൈലബിൾ ആണ്. അത് വന്നിട്ട് എനിക്ക് തോന്നുന്നു 400 എബോവ് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എന്തോ 250 ആ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഈ നയാസിനമൈഡ് എന്തിനാണ് യൂസ് ചെയ്യണേന്നുള്ളത് നോക്കാം. ഇത് വന്നിട്ട് ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ, അൺഈവൻ സ്കിൻ ടോൺ ഈവൻ ആക്കാൻ, പിന്നെ പിമ്പിൾസ് മാറ്റാൻ, പിന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റർ ആക്കാൻ, പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് ഈ നയാസിനമൈഡ് യൂസ് ചെയ്യണത്. ഹൗ ടു അപ്ലൈ, ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തിട്ട് പാക്ക് ഡ്രൈ ആവണതിന് മുന്നേ, എന്ന് വെച്ചാൽ നല്ലപോലെ ഡ്രൈ ആവരുത്. ഈ ഒരു നയാസിനമൈഡ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു നനവ് ഫേസിൽ ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫേസിലേക്ക് നമുക്കിത് സിറംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഡാബ് ചെയ്യാം. ഡാബ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടാം, സൺസ്ക്രീൻ ഇടാം. നമുക്ക് രാവിലെയാണ് യൂസ് ചെയ്യണമെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇടണം. എന്നിട്ട് പിന്നെ പുറത്ത് പോവേ അല്ലെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ മാത്രം ഇടാം, സൺസ്ക്രീൻ ഇടണമെന്നില്ല. വേറെ എന്തെങ്കിലും നൈറ്റ് ക്രീമോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ നയാസിനമൈഡ് സിറംസും നമുക്ക് 10% തൊട്ടിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഒറ്റയടിക്ക് 10% നമ്മുടെ സ്കിന്നിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എല്ലാവർക്കും അങ്ങനെ വന്നോന്നില്ല. ചിലവരുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസും അതേപോലെ നമ്മൾ ഉള്ളതിനേലും കൂടുതൽ പിമ്പിൾസ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കോൺസെൻട്രേറ്റ് കുറച്ച് യൂസ് ചെയ്യുക. ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. 10% എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറെ സംബന്ധിച്ച് ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. എല്ലാ സ്കിന്നിനും ഇത് ദഹിക്കണമെന്നില്ല. സോ നമ്മളിത് എന്താ ചെയ്യുക, 2 to 5% തൊട്ടിട്ട് നമ്മളിത് യൂസ് ചെയ്ത്, സ്റ്റാർട്ടർ ആണെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങാം. ഐ മീൻ ഇതിപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് നമ്മൾ കയ്യിലെടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടറിൻ്റെ കേസാണ് പറഞ്ഞു തരുന്നത്. ഒരു ഡ്രോപ്പ് നമ്മൾ കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തിട്ട് നമ്മൾ സ്കിന്നിന് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ആക്കി കൊടുക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഫേസിൽ ആവേം വേണം, എന്നാൽ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ കിട്ടാനും പാടില്ല. ഇങ്ങനെ ഒരാഴ്ച, ഒരു വീക്ക് നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഇതായിട്ട് ഡൈജസ്റ്റ് ആയി ഒരു രീതിക്ക് അങ്ങോട്ട് പൊക്കോളും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മളിതിൻ്റെ എടുക്കുന്ന ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇച്ചിരിയാണ് എടുക്കണമെങ്കിൽ ഒരു 1 ഡ്രോപ്പ് ആണെങ്കിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഒരു 2 ഡ്രോപ്പ് എടുക്കുക. അങ്ങനെ നമ്മൾ ഇപ്പം നമുക്ക് ഇങ്ങനെ ഇട്ട് തന്നെ നമ്മുടെ സ്കിന്നിലായിട്ട് ആക്കണമെന്നില്ല. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ, റിയൽ ലൈഫിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ ആക്കണമെന്നില്ല. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, 2 വീക്ക് ആകുമ്പോൾ ഫസ്റ്റ് വീക്കിൽ 1 ഡ്രോപ്പ് ആണെങ്കിൽ സെക്കൻഡ് വീക്കിൽ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. ഈ 4 ഡ്രോപ്പൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ഫേസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫേസിന് അത് പറ്റണമെന്നില്ല. അപ്പോൾ കൂടുതൽ പിമ്പിൾസ് വരാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന പിമ്പിൾസ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എല്ലാവർക്കും, ഞാൻ ഫോണിൽ കാണുന്ന എല്ലാവർക്കും ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണല്ലോ എല്ലാവരും പറയണത്. ഇത് എനിക്ക് മാത്രം എന്ത് പറ്റി എന്ന് വിചാരിക്കും. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവും വെളിവും വെള്ളിയാഴ്ചയും വന്നത്. ഇത് ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് കുറച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യണമെന്നുള്ളത് പിന്നെയാണ് എനിക്ക് ബോധം വന്നത്. അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ബോട്ടിൽ ഞാൻ വെറുതെ വെച്ച് കളഞ്ഞു. കാരണം എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ട് ഇത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് പിമ്പിൾസ് വന്നു. അപ്പം എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബോട്ടിൽ അങ്ങനെ കളഞ്ഞു. എൻ്റെ പൈസ പോയി എന്ന് വിചാരിച്ചു, അങ്ങനെ ഞാൻ കളഞ്ഞ് പിന്നെ ആ ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് സംഭവം ഇങ്ങനെയായിരുന്നോ എന്ന് ഞാൻ കരുതിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോട്ടിൽ മേടിച്ചു, ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ആക്ച്വലി ഇത് നമ്മുടെ ഫേസിലായിട്ട് ഡൈല്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ആയിട്ട് ഇത് പറ്റിച്ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇത് കിടിലൻ അടിപൊളിയായിട്ടുള്ളൊരു സെറോണ്. വേറെ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ള സെറോണ്. പിന്നെ ഈ ഒരു ഡംഡോക്കിന്റെ നയാസിനമേറ്റ് സെറത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ നോൺ സ്റ്റിക്കി ആണ്. ഇത് ഒട്ടും തന്നെ ഗ്രീസി ആയിട്ടുള്ള ഒരു ടൈപ്പ് അല്ല. എന്ന് വെച്ചാൽ സ്റ്റിക്കി ഫീല് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യാം. ഓടിച്ചാടി എടുത്ത വഴിക്ക് വീഡിയോയിൽ കണ്ടോട്ട് അത് ചെയ്യരുത്. നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ഓരോരോ ഭാഗങ്ങളുണ്ട്. ചെവിയുടെ പുറകിൽ, നെക്കിൽ, അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഈ ഹെയറിൻ്റെ ഈ ബാക്ക് ഭാഗത്തൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ സ്കിന്നായിട്ട് ഒത്തുപോകുമോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്ത് 24 hours അല്ലെങ്കിൽ ഒരു 6 hours ഒക്കെ കഴിയുമ്പോഴത്തേക്കും വലിയ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഇത് പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ് സിറം, എന്താണ് നയാസിനമൈഡ് സിറം എന്ന് നോക്കാം. ഇത് വന്നിട്ട് ഹൈലി കോൺസെൻട്രേറ്റഡ് ലിക്വിഡാണ് ഈ ഒരു സിറം. ഇത് എങ്ങനെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബായി നമ്മുടെ സ്കിൻ ഇഷ്യൂസ്, സ്കിൻ പ്രോബ്ലംസ് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സിറംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കറക്റ്റായിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറം ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പ്രോബ്ലംസ് പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ക്രീമോ ടാബ്ലറ്റോ എടുക്കുന്നതിൽ ഫാസ്റ്ററായിട്ട് നമ്മുടെ ഫേസിൽ ഈ ഒരു സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും സിറംസ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ സ്കിൻ പ്രോബ്ലംസും സ്കിൻ ടൈപ്പും നോക്കി തന്നെ ചൂസ് ചെയ്യാം. ചില സിറംസ് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളതുണ്ടാവും, ചിലത് സെൻസിറ്റീവിന് മാത്രമായിട്ടുള്ളതായിരിക്കും, ചിലത് ഓയിലി സ്കിൻ ടൈപ്പിന് മാത്രമായിട്ടുള്ളതായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് എന്താണ് പ്രശ്നം, അത് എന്ത് സിറം യൂസ് ചെയ്താൽ മാറ്റാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത് ഈ ഒരു നയാസിനമൈഡിൽ ചെറിയൊരു, ഞാൻ വീഡിയോസിൽ കണ്ടേക്കുന്നതാണ്, ചെറിയൊരു രീതിക്ക് സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളതാണ്, എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല, എന്നാലും എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഇതിലൊരു ചെറിയ രീതിക്ക് സൺ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചുകൊണ്ട് സൺസ്ക്രീൻ പറ്റാണ്ട് ഇറങ്ങണ്ടാവുന്നൊന്നുമില്ല. സൺ പ്രൊട്ടക്ഷൻ ചെറിയ രീതിക്ക് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പുറത്തേട്ട് ഇറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ടാൻ റിമൂവൽ, പിന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണ് ഈവൻ ആക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സിറോണ് ഈ നയാസിനമൈഡ്. അപ്പോൾ ഈ ഒരു നയാസിനമൈഡ് വന്നിട്ട് നമുക്ക് ഡെയിലി 2 times, ഐ മീൻ രാവിലെയും യൂസ് ചെയ്യാം നൈറ്റും യൂസ് ചെയ്യുന്ന രീതിയിൽ ഡെയിലി 2 times നമുക്ക് യൂസ് ചെയ്യാം. അതിന് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു സിറം അല്ല. നമ്മൾ ഇതൊരു ജെന്റിലായിട്ടുള്ളൊരു നൈസായിട്ടുള്ളൊരു സിറമാണ്. ഇനി ഈ ബ്രാൻഡ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണമെന്ന് വിചാരിച്ച് ഈ ബ്രാൻഡ് മാത്രമല്ല, വേറെ നല്ല ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണതുകൊണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയണേ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നോട്ട് ചെയ്ത് വെച്ചതൊക്കെ അത്യാവശ്യം എനിക്ക് പറ്റാവുന്ന രീതിയിൽ എൻ്റെ അറിവ് വെച്ചിട്ടും ബുദ്ധി വെച്ചിട്ടും ബോധം വെച്ചിട്ടും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് കുറച്ച് നോളജ് ഞാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, നല്ല ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സിറംസിനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ആ ഓൾ ബട്ടണും കൂടി മസ്റ്റായിട്ടും ചെയ്ത് വെക്കാട്ടോ. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ബട്ടൺ ചെയ്ത് വെക്കണം, എന്നാലാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ.